ബാർ പെട്രോൾ പമ്പ് കോഴയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് LDF വിജിലൻസിന് കത്ത് നൽകി. LDF കൺവീനർ വൈക്കം വിശ്വനാണ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കത്ത് വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയത്. സ്വന്തം നിലയ്ക്ക് കോടതിയെ സമീപിക്കാനും LDF തീരുമാനിച്ചിട്ടുണ്ട്. സോളാർ കുംഭകോണ കേസിന് പിന്നാലെ പീപ്പിൾ പുറത്തുവിട്ട ബാർ കോഴ വിവാദവും പെട്രോൾ പമ്പ് വിവാദവും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് LDF വിജിലൻസിന് കത്തു നൽകിയിരിക്കുന്നത്. നിലവിൽ വിജിലൻസ് നടത്തുന്ന പ്രാഥമിക അന്വേഷണം പ്രഹസനമാണെന്ന അഭിപ്രായമാണ് LDFിനുള്ളത്. കഴിഞ്ഞ LDF യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് കൺവീനർ വൈക്കം വിശ്വൻ വിജിലൻസ് ഡയറക്ടർക്ക് കത്ത് നൽകിയത്. ധനമന്ത്രിക്കെതിരെ നിലവിൽ LDF നടത്തുന്ന പ്രതിഷേധ സമരങ്ങൾക്ക് പുറമെ വിഷയത്തിൽ സ്വന്തം നിലയ്ക്ക് കോടതിയെ സമീപിക്കാനും LDF തീരുമാനിച്ചിട്ടുണ്ട്. ബാർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി KM മാണി 5 കോടി രൂപ കോഴ ആവശ്യപ്പെടുകയും ഇതിൽ 1 കോടി രൂപ 2 തവണയായി പാലയിലെ മന്ത്രിയുടെ വസതിയിൽ എത്തിച്ചുവെന്നുമാണ് ബാർ ഉടമ ബിജു രമേശ് പീപ്പിളിലൂടെ വെളിപ്പെടുത്തിയത്. ഇതുകൂടാതെ പുതിയ പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രിക്ക് കോഴ നൽകിയെന്ന് പെട്രോൾ പമ്പ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളും വെളിപ്പെടുത്തിയിരുന്നു. ഇതിൽ ബാർ കോഴ കേസിൽ മാത്രമാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. എന്നാൽ അന്വേഷണം നടത്തി കഴമ്പില്ലെന്ന് വിജിലൻസിനെ കൊണ്ട് പറയിച്ച ശേഷം ധനമന്ത്രിക്കെതിരെയുള്ള അഴിമതി വിവാദം എഴുതിത്തള്ളാനാണ് സർക്കാർ ലക്ഷ്യമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആക്ഷേപം. ഇക്കാരണത്താലാണ് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യം LDF ഉയർത്തുന്നത്. ലെസ്ലി ജോൺ, തിരുവനന്തപുരം. ബാർ പെട്രോൾ പമ്പ് കുംഭകോണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് LDF വിജിലൻസ് ഡയറക്ടർക്ക് കത്ത് നൽകിയതോടെ 2 കേസുകളും വിജിലൻസ് അന്വേഷണ പരിധിയിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിലാണ് ഈ 2 ആരോപണങ്ങളും പീപ്പിൾ TV പുറത്തുവിട്ടത്. പീപ്പിൾ TVയിലെ ന്യൂസ് ആൻഡ് വ്യൂസ് പരിപാടിയിലാണ് ബാർ ഉടമകളുടെ അസോസിയേഷൻ നേതാവ് ബിജു രമേശ് ധനമന്ത്രി KM മാണിക്ക് കോഴ നൽകിയെന്ന ആരോപണം ഉന്നയിച്ചത്. കൊടുത്ത പൈസ ഭണ്ഡാരത്തിലിട്ട പോലെ പോയി. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഏത് പൈസ എപ്പോൾ തന്നു എന്ത് തന്നെന്നാണ് പറയുന്നത്. ബാക്കി 5 കൊണ്ടുവരാനാണ് പിന്നെയും പറയുന്നത്. പിന്നെയും പോയി കണ്ടാൽ പറഞ്ഞ് 5 രൂപ 5 കിട്ടിയില്ലല്ലോ എന്നാണ് പറഞ്ഞത് അവരോട്. 5 കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോൾ 1 തന്നല്ലോ എന്ന് പറഞ്ഞ് 1 എപ്പോൾ തന്നു എന്ന്. പിന്നെ അവർ ദിവസവും ഡേറ്റും സമയവും എല്ലാം വ്യക്തമാക്കിയാൽ പറഞ്ഞു അതൊക്കെ ചിലവായി പോയില്ലേ. ഇതായിരുന്നു മറുപടി. പൈസ ഒട്ടും ഇല്ല സംസ്ഥാനത്ത് എന്ന് പറയുന്ന ഒരു മന്ത്രി ആ കൂട്ടത്തിലുണ്ട്. ആ മന്ത്രി തന്നെയാണ് ഈ മന്ത്രി. ഞാൻ പറഞ്ഞത് ശ്രീ KM മാണി ധനകാര്യമന്ത്രിയാണ് അങ്ങനെ പറയുന്നത്. ആ മന്ത്രി തന്നെയാണ് ഈ മന്ത്രി എന്ന്. പീപ്പിൾ നടത്തിയ ടെലിഫോൺ കെണിയിലാണ് പെട്രോളിയം പമ്പ് ഉടമകളുടെ ഫെഡറേഷൻ ഭാരവാഹികളായ മുരളീധരനും ശിവാനന്ദനും KM മാണിക്ക് സെക്രട്ടേറിയറ്റിലെ അദ്ദേഹത്തിന്റെ ക്യാബിനിലെത്തി പണം നൽകിയെന്ന് വെളിപ്പെടുത്തിയത്. അല്ല, എനിക്കൊരു സംശയം എന്താ പറയുക, അന്ന് എത്ര അവർക്ക് കൊടുത്തത്? എനിക്ക് ഇതിനകത്ത് ഇവര് 3 ലക്ഷം രൂപ ആർക്ക് മാണി സാറിന് കൊടുത്തത്? അനൂപ് ജേക്കബിന് വെച്ച് കൊടുത്തായിരുന്നോ? അത് അങ്ങനെ എനിക്കറിയില്ല. ഇയാൾക്ക് അയാളുടെ ക്യാബിനിൽ കൊണ്ടുപോയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം മന്ത്രിക്ക് പണം നൽകിയത് വ്യക്തമാക്കുന്ന പെട്രോളിയം ട്രേഡേഴ്സ് ഫെഡറേഷന്റെ മിനിറ്റ്സിന്റെ പകർപ്പും പീപ്പിൾ TV പുറത്തുവിട്ടു. ഈ 2 കോഴ ആരോപണങ്ങളും വിജിലൻസ് അന്വേഷണ പരിധിയിലേക്ക് നീങ്ങുന്നതോടെ കേരളം അടുത്തിടെ കണ്ട 2 കുംഭകോണങ്ങളുടെ നിജസ്ഥിതിയാണ് പുറത്തുവരാൻ കളമൊരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആലപ്പുഴ ജില്ലയിൽ പടർന്നു പിടിച്ചിരിക്കുന്ന പക്ഷിപ്പനിക്ക് കാരണം H5N1 വൈറസാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം. മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള വൈറസാണിത് എന്നതിനാൽ ജില്ലയിൽ കനത്ത ജാഗ്രത ഏർപ്പെടുത്തി. കൊല്ലത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചപ്പോൾ കോട്ടയത്തേത് പക്ഷിപ്പനി അല്ലെന്നും സ്ഥിരീകരിച്ചു. അതേസമയം പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. സംസ്ഥാനത്ത് ഏറെ ആശങ്ക സൃഷ്ടിച്ച് ആലപ്പുഴ ജില്ലയിൽ പടർന്ന പക്ഷിപ്പനിക്ക് കാരണം H5N1 വൈറസാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇത് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള വൈറസാണ്. 1997 ഹോങ്കോങ്ങിൽ പടർന്നു പിടിച്ചതും ഇതേ വൈറസായിരുന്നു. തുടർന്ന് 2005-2006 ഏഷ്യയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ഈ വൈറസ് വലിയ നാശമാണ് വിതച്ചത്. ഏതാണ്ട് 400 പേർ വൈറസ് ബാധയെ തുടർന്ന് മരിച്ചിരുന്നു. കോടിക്കണക്കിന് വളർത്തുപക്ഷികളെയും കൊന്നിരുന്നു. H5N1 വൈറസ് സ്ഥിരീകരിച്ച കേന്ദ്രം സംസ്ഥാനത്തിന് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ആലപ്പുഴ ജില്ലയിൽ കനത്ത ജാഗ്രത ഏർപ്പെടുത്തി. നാളെ ജില്ലയിൽ 400 ദ്രുതകർമ്മ സേന കൂടി പ്രതിരോധ പ്രവർത്തനത്തിനെത്തും. അതേസമയം പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി പക്ഷിപ്പനി ബാധിച്ച താറാവുകളെ കൊല്ലുന്നത് ജില്ലയിൽ തുടരുകയാണ്. ആലപ്പുഴ, കോട്ടയം മെഡിക്കൽ കോളേജുകളിൽ പ്രവേശിപ്പിച്ചവർക്ക് പക്ഷിപ്പനിയല്ലെന്ന് വിദഗ്ധ സംഘം അറിയിച്ചു. പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നടപടികൾ വൈകിയിട്ടില്ലെന്ന് മന്ത്രി KP മോഹനൻ പറഞ്ഞു. എപ്പോഴും വേണം കൊടുക്കും, അവരാവശ്യപ്പെടുന്നവർക്ക് ഉറപ്പ് നൽകി കഴിഞ്ഞു. ഗവൺമെന്റ് ക്യാബിനറ്റ് തീരുമാനം എടുത്താൽ പിന്നെന്ത് ഉറപ്പാവേണ്ട? ഉദ്യോഗസ്ഥർ തന്നെ കത്തി. നിങ്ങൾ ലേറ്റ് ആയിട്ട് ചെല്ലുന്നോണ്ടാ. നിങ്ങൾ വാ, എന്റെ കൂടെ വാ, ഞാൻ പറഞ്ഞു. അതേസമയം കൊല്ലം ജില്ലയിൽ താറാവുകളും കോഴികളും കൂട്ടത്തോടെ ചത്തത് പക്ഷിപ്പനി മൂലമെന്ന് സ്ഥിരീകരിച്ചപ്പോൾ കോട്ടയത്തേത് പക്ഷിപ്പനി അല്ലെന്ന് സ്ഥിരീകരിച്ചു.
കർഷകർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് സുരേഷ് കുറുപ്പ് MLAയും MP രാജേഷ് MPയും കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് നിവേദനവും സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ എക്സ്ക്ലൂസീവ്. പക്ഷിപ്പനി പ്രതിരോധത്തിന്റെ പേരിൽ താറാവുകളോട് മൃഗസംരക്ഷണ വകുപ്പിന്റെ കൊടും ക്രൂരത. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ താറാവുകളെ ജീവനോടെ കത്തിച്ചു. താറാവുകൾ ദേഹത്ത് പടർന്ന തീയുമായി പ്രാണരക്ഷാർത്ഥം വെള്ളത്തിലേക്കും വയലിലേക്കും ചാടി രക്ഷപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ പുറത്തുവിട്ടു. ക്രൂരത വെളിച്ചത്ത് കൊണ്ടുവന്ന പീപ്പിൾ TV സംഘത്തിന് നേരെ കയ്യേറ്റ ശ്രമവും ഉണ്ടായി. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതായിരുന്നു മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ അമ്പലപ്പുഴയിൽ താറാക്കൂട്ടങ്ങളെ ജീവനോടെ ചുട്ടുകരിച്ചത്. ഉച്ചയോടെ മാധ്യമപ്രവർത്തകരും ജനപ്രതിനിധികളും പോയ സമയം നോക്കിയായിരുന്നു നടപടി. അസുഖബാധിതയായ താറാവുകളെ കൊന്ന ശേഷമേ തീയിലിട്ട് സംസ്കരിക്കാവൂ എന്നാണ് ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. ഇതിനു പകരം കത്തിപ്പടർന്ന തീക്ക് സമീപം നിൽക്കുന്ന താറാക്കൂട്ടങ്ങളെ ജീവനോടെ തീയിലിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു മൃഗസംരക്ഷണ വകുപ്പ്. പകുതി ജീവനുമായി പുഴയിലേക്ക് ചാടുന്ന താറാവിന്റെ ദൃശ്യം മനസാക്ഷിയുള്ളവർക്ക് മറക്കാൻ കഴിയില്ല. പക്ഷിപ്പനിയുടെ മറവിൽ മനസാക്ഷി നഷ്ടപ്പെട്ട മനുഷ്യമൃഗങ്ങളുടെ ക്രൂരതയാണ് ഇതിലൂടെ വെളിപ്പെട്ടത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ താറാവുകളെ നശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിനെ തുടർന്ന് കർശന നിയന്ത്രണമാണ് മാധ്യമപ്രവർത്തകർക്ക് ഇന്ന് ഏർപ്പെടുത്തിയിരുന്നത്. ഇതിനിടയിൽ തത്സമയ വാർത്ത നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ചില രാഷ്ട്രീയ പ്രവർത്തകർ രംഗത്ത് വന്നതോടെ പ്രശ്നം സങ്കീർണമായി. പോലീസ് ഇടപെട്ടതിനെ തുടർന്നാണ് കയ്യേറ്റം ഒഴിവായത്. അസുഖം പിടിച്ച താറാവിനെ ജീവനോടെ നശിപ്പിക്കാൻ പാടില്ല എന്നാണ് ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എളുപ്പവഴിക്ക് വേണ്ടിയാണ് മൃഗസംരക്ഷണ വകുപ്പിലെ ജീവനക്കാർ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയത്. ഈ ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറാമാൻ ഉനൈസിനൊപ്പം ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ. പക്ഷിപ്പനി മൂലം കർഷകർക്കുണ്ടായ നഷ്ടം നികത്താൻ കേന്ദ്രം ഫണ്ട് അനുവദിക്കണമെന്ന് സുരേഷ് കുറുപ്പ് MLA. പനി മനുഷ്യരിലേക്ക് പടർന്നു പിടിക്കുന്നത് തടയാനുള്ള മരുന്നുകൾ വിതരണം ചെയ്യണമെന്നും സുരേഷ് കുറുപ്പ് MLA ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് സുരേഷ് കുറുപ്പ് MLAയും MP രാജേഷ് MPയും കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി രാധാ മോഹൻ സിംഗിന് നിവേദനം നൽകി. പ്രധാനമായി ഐമനം, കുമരകം, ആർപ്പൂക്കര പഞ്ചായത്തുകളിലാണ് കൃഷിക്കാർക്ക് ഏറ്റവും അധികം നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. താറാവിനെ കൂട്ടത്തോടെ കൊന്നൊടുക്കി അതിൻ്റെ ഫലമായി കർഷകർ വലിയ ദുരിതത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ കൃഷിക്കാർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകാനുള്ള തുക കേന്ദ്ര ഗവൺമെൻറ് നൽകണമെന്നും ഇപ്പോൾ ഇത് മനുഷ്യരിലേക്കും മറ്റും പടർന്നു പിടിക്കുന്നത് തടയാൻ ആവശ്യമായ പ്രതിരോധ മരുന്നിൻ്റെ അഭാവമുണ്ട് കേരളത്തിൽ. അത് അടിയന്തരമായി എത്തിക്കണമെന്നും ആണ് MP രാജേഷ് MPയും ഞാനും കൂടി കൃഷി വകുപ്പ് മന്ത്രി രാധാ മോഹൻ സിംഗിനെ കണ്ട് നിവേദനം നടത്തിയത്. അദ്ദേഹം ഈ കാര്യത്തിൽ നടപടികൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങളും ശ്രദ്ധിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുൻ രാജകുടുംബത്തിന് ജന്മാവകാശമില്ലെന്ന് സുപ്രീം കോടതി. അമിക്കസ് ക്യൂറി സ്വയം കോടതിയാകേണ്ടെന്നും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതിയെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ക്ഷേത്ര നടത്തിപ്പിനായി അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യം മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളിൽ നടന്ന വാദത്തിനിടെയാണ് രാജകുടുംബത്തിനും അമിക്കസ് ക്യൂറിക്കും സുപ്രീം കോടതിയുടെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ക്ഷേത്ര കാണിക്കേണ്ടുന്നതിനായി നിലവിലെ ഭരണസമിതി ഓഡിറ്ററെ നിയോഗിച്ചു. ഇക്കാര്യം അറിയിച്ചില്ലെന്ന് രാജകുടുംബം ക്ഷേത്രം ട്രസ്റ്റി സുപ്രീം കോടതിയിൽ വാദിച്ചു. ശരിയല്ലാത്ത നടപടിയാണ് ഉണ്ടായത്. ജസ്റ്റിസ് അനിൽ ആർദാവെ അധ്യക്ഷനായ ബെഞ്ച് രാജകുടുംബത്തിന്റെ ഈ വാദം തള്ളി. ക്ഷേത്രസ്വത്തിൽ രാജകുടുംബത്തിന് ജന്മാവകാശമില്ല. ക്ഷേത്രഭരണം കോടതിയുടെ കൈകളിലാണ്. ക്ഷേത്രം ട്രസ്റ്റി അറിയിച്ച് ഭരണസമിതി കാര്യങ്ങൾ നടത്തേണ്ടതില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ക്ഷേത്രം തന്ത്രിയുടെ താമസസ്ഥലം നവീകരിക്കണമെന്ന അമിക്കസ് നിർദ്ദേശം രാജകുടുംബം എതിർത്തതും വിമർശനത്തിനിടയാക്കി. ലക്ഷങ്ങൾ കാണിക്കയായി ലഭിക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്ത്രി ചേരിയിൽ താമസിക്കണമെന്നാണോ രാജകുടുംബം ആഗ്രഹിക്കുന്നത്? തന്ത്രിമാർക്കും നല്ല താമസ സൗകര്യം ഒരുക്കണം. സുരക്ഷയ്ക്കായി ക്ഷേത്രത്തിനു ചുറ്റും ഇലക്ട്രോണിക് ബാരിക്കേഡുകൾ സ്ഥാപിക്കാൻ അമിക്കസ് നിർദ്ദേശം നൽകിയെന്ന വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗോപാൽ സുബ്രഹ്മണ്യത്തിനെതിരെയുള്ള വിമർശനം. സ്വയം കോടതിയായി നിർദ്ദേശങ്ങൾ അമിക്കസ് നൽകേണ്ടതില്ല. എന്താണ് നടക്കുന്നതെന്ന് റിപ്പോർട്ട് ചെയ്യുക. ഉത്തരവുകൾ സുപ്രീം കോടതി നൽകും. ബാരിക്കേഡുകൾ ഭരണസമിതിയാണ് സ്ഥാപിച്ചത്. ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ലെന്നും ഗോപാൽ സുബ്രഹ്മണ്യം മറുപടി നൽകി. അതിരാവിലെ വെങ്കടേശ്വര സുപ്രഭാതം ആലപിക്കാൻ ഭരണസമിതി തീരുമാനിച്ചതിനെ രാജകുടുംബം ചോദ്യം ചെയ്തെങ്കിലും ഇടപെടാൻ സുപ്രീം കോടതി തയ്യാറായില്ല. വിശ്വാസകാര്യത്തിൽ കൂടുതൽ വാദം വേണം.
അമിക്കസ് നിർദ്ദേശങ്ങളിൽ വാദം പൂർത്തിയായതിനെ തുടർന്ന് ഉത്തരവ് പുറപ്പെടുവിക്കാൻ കേസ് മാറ്റിവെക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സിനിമാ തിരക്കുകൾക്കിടയിലും നടൻ ജയറാമും മകൻ കാളിദാസനും ശബരിമല ദർശനം നടത്തി. ജയറാമിന്റെ മൈലാഞ്ചി മുഞ്ചുള്ള വീട് എന്ന ബിഗ് ബജറ്റ് ചിത്രം റിലീസിന് ഒരുങ്ങവെയാണ് പ്രാർത്ഥനയുമായി ജയറാമും മകനും ശബരീശ സന്നിധിയിൽ എത്തിയത്. പതിവ് തെറ്റിക്കാതെ മലയാളത്തിന്റെ പ്രിയതാരം ജയറാം ഇക്കുറിയും മകൻ കാളിദാസനോടൊപ്പം ശബരിമലയിലെത്തി. 35 വർഷമായി മുടങ്ങാതെ അയ്യപ്പസന്നിധിയിലെത്തുന്ന ജയറാം ഇത്തവണ ചില കണക്കുകൂട്ടലിലാണ് മല ചവിട്ടിയത്. എൻ്റെ മകൻ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്ന ചിത്രം ഡിസംബർ ആദ്യവാരത്തിൽ തുടങ്ങുകയാണ്. ഒരു പക്ക കഥയെന്നാണ് തമിഴ് ചിത്രത്തിൻ്റെ പേര്. അപ്പോൾ എല്ലാം കൊണ്ടൊരു ഒരു നല്ല പ്രോജക്റ്റ് അവന് ആദ്യമായി ചെയ്യാൻ കഴിഞ്ഞതിലുള്ള, നായകനായി ചെയ്യാൻ കഴിയുന്നതിലുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ വരവിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം. മൈലാഞ്ചി മുഞ്ചുള്ള വീട് എന്ന തന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമ നാളെ റിലീസ് ചെയ്യുന്നതിൻ്റെ സന്തോഷത്തിലും ഏറെ പ്രതീക്ഷയിലുമാണ് ജയറാം. എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. അതിൽ ഒരുപാട് സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. വളരെ കളർഫുൾ ആയിട്ടുള്ള സിനിമയാണ്. ഒരുപാട് ഹ്യൂമറിന് പ്രാധാന്യമുള്ള സിനിമയാണ്. ഒരു ഫെസ്റ്റിവൽ മൂഡുള്ള സിനിമയാണ്. എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. ഇന്നലെ വൈകിട്ടോടെ സഹപ്രവർത്തകരോടൊപ്പം മലകയറിയ ജയറാമും കാളിദാസനും ഇന്ന് പുലർച്ചെ നിർമ്മാല്യ ദർശനവും കഴിഞ്ഞ് പുണ്യം പൂങ്കാവനം ശുദ്ധീകരണ യജ്ഞത്തിലും പങ്കാളികളായി. വെള്ളിത്തിരയിലൂടെയും TV സ്ക്രീനിലൂടെയും മാത്രം കണ്ട് പരിചയമുള്ള ജയറാമിനെ അപ്രതീക്ഷിതമായി സന്നിധാനത്ത് കണ്ടപ്പോൾ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയും കൈകൊടുത്തും ഭക്തജനങ്ങളും ജയറാമിനോടൊപ്പം ചേർന്നു. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനോദിനൊപ്പം BG മിനിഷ് കുമാർ. മലബാർ ഗ്രൂപ്പ് തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്ന ഷോപ്പിംഗ് മാളിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. മലബാർ ഗ്രൂപ്പിന്റെ കെട്ടിട നിർമ്മാണ വിഭാഗമായ മലബാർ ഡെവലപ്പേഴ്സാണ് മാൾ ഓഫ് ട്രാവൻകൂർ എന്ന പേരുള്ള പദ്ധതിയുടെ നിർമ്മാതാക്കൾ. മേയർ കെ ചന്ദ്രിക, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, VS ശിവകുമാർ, മഞ്ഞളാംകുഴി അലി, V ശിവൻകുട്ടി MLA, ഡോക്ടർ രവിപിള്ള, മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 2016 പ്രവർത്തനം ആരംഭിക്കുന്ന മാൾ ഓഫ് ട്രാവൻകൂർ 6 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ 200ഓളം ഔട്ട്ലെറ്റുകളുമായി തിരുവനന്തപുരം ചാക്ക ബൈപ്പാസിലാണ് നിർമ്മാണം തുടങ്ങുന്നത്.